റിയാസെ, തത്സമയം ഈ ഒരു അന്ത്യാഭിവാദ്യ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ റിയാസിന് കൂട്ടിച്ചേർക്കാനുള്ളത് എന്തൊക്കെയാണ്? സമൂഹത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ടവർ VSന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ എത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്പം മുൻപാണ് ഇന്ത്യൻ ഫുട്ബോൾ താരവും ഒപ്പം തന്നെ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻറ്റുമായിട്ടുള്ള ഷറഫ് അലി അന്ത്യാഭിവാദ്യം അർപ്പിച്ചത്. അതിന് പിന്നാലെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റൻ ഗോപകുമാർ അടക്കമുള്ളവർ, ഇപ്പോൾ മന്ത്രി P പ്രസാദുണ്ട്, ഡി രാജ ഉൾപ്പെടെയുള്ള CPIയുടെ മുതിർന്ന നേതാക്കൾ വരുന്നു. ഒപ്പം തന്നെ നമുക്ക് ആനി രാജയെ കാണാം, ബിനോയ് വിശ്വത്തെ കാണാം, ദിവാകരൻ അടക്കമുള്ള മന്ത്രി P പ്രസാദ് അടക്കമുള്ള നേതാക്കളുണ്ട്, മന്ത്രി K രാജനുണ്ട്. CPIയുടെ ഒരു അന്തിമ ഉപചാരമർപ്പിക്കുന്ന ഒരു നിമിഷമാണ്. CPI നേതാക്കൾ VSന് ഡി രാജ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയാണ്. ഒപ്പം CPIയുടെ മുതിർന്ന നേതാക്കളെല്ലാവരും തന്നെ അദ്ദേഹത്തോടൊപ്പമുണ്ട്. 1964 മുൻപ് CPI ആയിരുന്നു. അത് 1964 CPIMന് രൂപം നൽകി. അന്നത്തെ പാർട്ടി പിളർപ്പിന് ശേഷം CPIM എന്ന പ്രസ്ഥാനത്തിന് ഊടുംപാവും നൽകിയ VS അച്യുതാനന്ദന് CPI ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള ഡി രാജ ഇപ്പോൾ അന്തിമ അഭിവാദ്യം അർപ്പിക്കുന്നു. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ളവർ, ഒപ്പം മന്ത്രിമാരുണ്ട്. അതിനപ്പുറത്തേക്ക് സാധാരണക്കാരുടെ വലിയൊരു നിര നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. CPI ദേശീയ സെക്രട്ടറി, CPM ജനറൽ സെക്രട്ടറിയും ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനും അടക്കമുള്ളവർ ഇപ്പോൾ അവരുമായി സംസാരിക്കുകയാണ്. നമുക്ക് നേതാക്കളുടെ വലിയൊരു നിര തന്നെ കാണാം. പന്ന്യൻ രവീന്ദ്രൻ അടക്കമുള്ള നേതാക്കളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, സാധാരണക്കാരായ ആളുകളാണ് കൂടുതലും VSന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി ഇവിടെ ദർബാർ ഹാളിലേക്ക് എത്തുന്നത് എന്നത്. കാരണം അവർ ഇടനെഞ്ച് പൊട്ടിയാണ് കണ്ണേ കരളെ VS എന്ന് വിളിച്ചത്. ഇടനെഞ്ചിലാണ് VSനെ അവർ ചേർത്ത് പിടിച്ചത്. കാരണം VS അവർക്കെന്നും അത്രമേൽ പ്രിയപ്പെട്ട ഒരു നേതാവാണ്. ആ നേതാവിൻ്റെ അന്ത്യനിമിഷങ്ങളിൽ ഒരു നോക്കെങ്കിലും പ്രിയപ്പെട്ട നേതാവിനെ കാണുക എന്നത് അവർ കൊതിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തിരക്കാണ് ഈ ദർബാർ ഹാളിൽ തടിച്ചുകൂടിയിരിക്കുന്ന ഈ ജനസഞ്ചയം. ഒരു നീതിയുടെ അവസാനത്തെ വിളക്കുമാടമാണ് അണിഞ്ഞിരിക്കുന്നത്. പ്രതീക്ഷയുടെ ഒരു വലിയ പൊൻകിരണമായിരുന്നു VS. ആ VS ആണ് ഇപ്പോൾ വിടവാങ്ങി ഇവിടെ അന്ത്യയാത്രയ്ക്കായി ഒരുങ്ങി ഈ ദർബാർ ഹാളിൽ ഇങ്ങനെ കിടക്കുന്നത്. ആ VSൻ്റെ മൃതശരീരത്തിന് മുൻപിൽ വേദനയോടുകൂടി അവർ അന്തിമ അഭിവാദ്യം അർപ്പിക്കുന്നു. കൈകൂപ്പി നിറകണ്ണുകളുടെയൊക്കെ ഇവിടെ ആൾക്കാർ വരുന്നു. ഒപ്പം തന്നെ മുതിർന്ന നേതാക്കളടക്കമുള്ളവരെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. EP ജയരാജൻ, മുൻ LDF കൺവീനർ അടക്കമുള്ളവർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഒപ്പം CPIMൻ്റെ ഒരുവിധം എല്ലാ നേതാക്കളും ഇവിടെ ഈ ദർബാർ ഹാളിലുണ്ട്. കൂടാതെ CPIയുടെ നേതാക്കളും ഇങ്ങോട്ടേക്ക് എത്തുന്നു. മറ്റ് പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കളും ഇങ്ങോട്ടേക്ക് എത്തുന്നു. അതായത് മരണത്തെ പോലും അതിജയിച്ച് ഏറെക്കാലം നിലനിന്ന വിപ്ലവ സൂര്യനാണ് ഇന്നലെ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. ആ വിപ്ലവ സൂര്യൻ കണ്ണേ കരളെ VS ഞങ്ങളുടെ ഓമന റോസാപ്പൂവേ ഇല്ല മരിച്ചിട്ടില്ല എന്ന് ഉച്ചത്തിൽ ഓരോ പ്രവർത്തകരും മുദ്രാവാക്യം വിളികളോടെ അഭിവാദ്യം ചെയ്യുന്നു. പ്രിയപ്പെട്ട നേതാവിനെ മടക്കമില്ലാത്ത ഒരു യാത്രയിലാണ് ഇപ്പോൾ VS. അതിൻ്റെ മുന്നോടിയായി അല്പമൊന്ന് അദ്ദേഹം ഏറെക്കാലം കയറിയിറങ്ങിയ ഈ ദർബാർ ഹാളിൽ അദ്ദേഹം അല്പമൊന്ന് വിശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടത്തേക്ക് സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, അല്ലാത്ത വലിയ ഒരു ജനക്കൂട്ടം കൂടി ഈ VSന് അന്തിമ ഉപചാരമർപ്പിക്കാനായി ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ന് ഉച്ചവരെ ഇവിടേക്ക് തുടരും. ഒരുപക്ഷേ സമരത്തിൻ്റെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ നീതിയുടെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ച കാണിക്കാത്ത
ഒരു നേതാവായിരുന്നു VS എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. ഒരു സാധാരണ തയ്യൽ തൊഴിലാളിക്ക് എങ്ങനെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ കഴിയുക എന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരേ ഒരു ഉത്തരത്തിൻ്റെ പേരാണ് VS എന്ന രണ്ടക്ഷരം. അതുകൊണ്ട് തന്നെ പുതിയ തലമുറ എക്കാലവും വലിയ പാഠമായി ഉൾക്കൊള്ളേണ്ടുന്ന ഒരു രാഷ്ട്രീയ വ്യക്തിത്വമുണ്ടെങ്കിൽ ആ വ്യക്തിത്വത്തിൻ്റെ പേരാണ് VS എന്ന വിപ്ലവ താരകം.